ഹലോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ശരീരത്തിന് അത്യാവശ്യമായ അത് പ്രത്യേകിച്ചും പ്രായമായവരുടെ ശരീരത്തിലൊക്കെ നമുക്ക് അത്യാവശ്യമായ ഒരു പോഷക ഘടകത്തെക്കുറിച്ചാണ്. അതായത് കൊളാജൻ എന്ന് പറയും. കൊളാജൻ നമ്മുടെ ശരീരത്തിൻ്റെ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്ന ഒരു പോഷക ഘടകമാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളാജൻ നമുക്ക് ശരീരത്തിൽ കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറയുകയും അങ്ങനെ നമ്മൾ തന്നെ കൂടുതൽ പ്രായമായിരുന്ന ആകുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ തൊലികളിലൊക്കെ ഇങ്ങനെ ചുളിവുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കൊളാജനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കൊളാജൻ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോട്ടീനാണ്. അപ്പം ഈ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് പ്രോട്ടീനും ഈ കൊളാജനാണ്. അപ്പം ഈ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉള്ളത് നമ്മുടെ ജോയിൻസ്, സ്കിന്ന്, ബോൺസ്, മസിൽസ്, ബ്ലഡ്, ഇവിടെ എല്ലാം നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും തന്നെ കൊളാജനുണ്ട്. അപ്പം ഇത് പ്രത്യേകമായിട്ട് നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി തരാനും അത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം സ്ട്രെച്ചിനെസ് തരാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഇത് ഫുഡിൽ നിന്ന് തന്നെ കുറേ നല്ല ഹെൽത്തി ഫുഡ് ഡയറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ കുറേ കൊളാജൻ ഡയറ്റിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് കൊളാജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള പ്രോട്ടീനിലുള്ള ഈ അമീനോ ആസിഡ്സ് പലതും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ഈ 5 സോഴ്സസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രൊളൈൻ എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്നതാണ് എഗ് വൈറ്റ്സ്, ഡയറി, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, കാബേജ്, മഷ്റൂം, അസ്പാരഗസ്, അതൊരു വെജിറ്റബിളാണ്. ഗ്ലൈസിൻ എന്ന് പറയുന്ന അടുത്ത അമിനോ ആസിഡ്, അത് ഫൗണ്ട് ഇൻ പോർക്കിൻ്റെ സ്കിന്ന്, ചിക്കൻ സ്കിന്ന്, ജെലാറ്റിൻ, പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ്സിനകത്തുണ്ട്. പിന്നെ വിറ്റമിൻ സി, അതായത് സിട്രസ് ഫ്രൂട്ട്സിനകത്ത്, ബെൽ പെപ്പേഴ്സിനകത്തൊക്കെ ഉണ്ട്. പിന്നെ സിങ്ക് അത് കാണുന്നത് ബീഫ്, ലാമ്പ്, പോർക്ക്, ഷെൽഫിഷ്, ചിക്ക് പീസ്, അങ്ങനെ പിന്നെ പയർ വർഗ്ഗങ്ങൾ, ചീസ്, അങ്ങനെ നട്ട്സും സീഡ്സിനകത്തൊക്കെ ഉണ്ട്. പിന്നെ കോപ്പർ, അത് ഓർഗൻ മീറ്റിനകത്ത് കൊക്കോ പൗഡർ, കാഷ്യൂ നട്ട്സ്, സെസമി സീഡ്, ലെൻറ്റിൽസ്, അതായത് ലെൻറ്റിൽ നിന്ന് തന്നെ പരിപ്പ് വർഗ്ഗങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഈ പ്രോട്ടീൻ ഫുഡിനകത്തു നിന്നൊക്കെയുള്ള അമിനോ ആസിഡ് ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പക്ഷേ ഇത് വയസ്സാകുമ്പോഴത്തേക്കും നമുക്കൊക്കെ പ്രായമാകുമ്പോഴത്തേനും ഈ ഫുഡെല്ലാം കഴിച്ചാൽ ഒത്തിരി പ്രായമായവർക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതെല്ലാം ഒന്നും നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കാത്തപ്പം നമുക്ക് ഇത് കൂടുതലായിട്ടും ഇതിൻ്റെ ഡെഫിഷ്യൻസി വരും. അപ്പോൾ അങ്ങനെ ഡെഫിഷ്യൻസി വരുമ്പം ഇത് നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറേ കൊളാജൻ നമുക്ക് കുറേയൊക്കെ ഫുഡിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം ചെറുപ്പക്കാർക്കൊക്കെ ഫുഡിൽ നിന്ന് കിട്ടുന്ന കൊളാജൻ ഇനഫായിരിക്കും. അതായത് ഫിഷ്, എഗ്സ്, സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച് ഒക്കെ ഇല്ലേ, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ എന്നതാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൊളാജൻ കിട്ടും. പക്ഷേ ഇത് പ്രായമായി കഴിയുമ്പോൾ ഈ കൊളാജൻ നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അബ്സോർബ് ചെയ്യാതെ വരും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ കൊളാജൻ എന്ന് പറയുന്നത് പ്രോട്ടീന് ഇത് ശരീരത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെയാണ് നോക്കാം. സ്കിൻ ഹെൽത്തിന് അത്യാവശ്യമാണ്. അതായത് സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി നൽകി സ്കിൻ സാഗ് ചെയ്യാതിരിക്കാനും ഒക്കെ ആയിട്ട് വളരെ അത്യാവശ്യമാണ്. ജോയിൻറ്റ് ഹെൽത്ത്, ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന്, അതിൻ്റെ ലൈനിങ് ഒക്കെ ഈ പിന്നെ കൊളാജൻ ഉണ്ടെങ്കിൽ ശരിയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയുള്ളൂ. പിന്നെ വൂണ്ട് ഹീൽ ചെയ്യാനും വളരെ അത്യാവശ്യമാണ്. അതായത് ഈ കൊളാജൻ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് വൂണ്ട് ഹീലിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ മസിൽ ഇൻക്രീസ് ചെയ്യാനും പിന്നെ കൊളാജൻ അത്യാവശ്യമാണ്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്, ശരീരത്തിൽ മുറിവുകളും കാര്യങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ.
പിന്നെ ഇത് അതിൻ്റെ ഇങ്ങനെ വാട്ട് ഡസ് കൊളാജൻ ഡു എന്ന് അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞേക്കുന്നതാണ്. പ്രൊവൈഡിങ് എ റോൾ ഇൻ റീപ്ലേസിങ് ഡെഡ് സ്കിൻ സെൽസ്, അതായത് ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ പ്രൊട്ടക്റ്റീവ് കവറിങ്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കാൻ അത്യാവശ്യമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗിവിങ് സ്ട്രക്ചർ, സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി ടു യുവർ സ്കിൻ, ഇതെല്ലാം ഇതിൻ്റെ അത്യാവശ്യം ഇതിൻ്റെ ഗുണങ്ങളാണ്. അതായത് നമ്മുടെ ബോഡിക്ക് മൊത്തമായിട്ടും ഈ കണക്ടിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊളാജൻ ഉണ്ടെങ്കിലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ കൊളാജിൻ്റെ ഈ യൂസ് എന്നൊക്കെയാണ്, അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആവശ്യം എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പം ഈ വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും കുറേയൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം പ്രായമായവർ അതുപോലെ നല്ല ഫുഡൊന്നും എപ്പോഴും നമ്മളൊക്കെ എപ്പോഴും ഈ പോഷകാഹാരങ്ങളൊന്നും കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുന്നവരല്ലല്ലോ എല്ലാവരും തന്നെ. അങ്ങനെയുള്ളവർക്ക് ചെറിയ സപ്ലിമെൻ്റൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഒത്തിരി സ്കിന്നൊക്കെ ചുളിവുകളൊക്കെ വരാതിരിക്കാനും, പെട്ടെന്ന് ഒത്തിരി സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ വരുന്നതൊക്കെ ഒത്തിരി ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജന് സാധിക്കും. കൊളാജൻ ഇച്ചിരി സ്കിന്നിനൊക്കെ ഇലാസ്റ്റിസിറ്റി നൽകിയിട്ട് അത് ഇച്ചിരി ഇങ്ങനെ അതിൻ്റെ സ്കിൻ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ പുതിയ ഈ ഡെഡ് സ്കിന്നൊക്കെ പോയി കഴിയുമ്പോൾ പുതിയ സ്കിന്നൊക്കെ ഉണ്ടായി അതിൻ്റെ സ്കിൻ സെൽസ് ഉണ്ടായി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സൗന്ദര്യമൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നവരൊക്കെ ഈ കൊളാജനൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിയുടെ നമ്മുടെ അപ്പിയറൻസൊക്കെ നല്ലതാക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.